ഹലോ, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വെൺപൊങ്കൽ. ഇഡലിയും ദോശയും ഒന്നും ഉണ്ടാക്കാനില്ല എങ്കിൽ നമ്മൾ പിന്നെ നോക്കുന്ന ഈസിയസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ഉപ്പുമാവും പുട്ടും ഒക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് പൊങ്കൽ അതിലും സിമ്പിളാണ് എന്ന്. ഇതിന് നമുക്ക് വേണ്ടത് പച്ചരിയും ചെറുപയർ പരിപ്പും. അതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുന്നവരുണ്ട്. 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് പരിപ്പെടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 3-4 ടേബിൾ സ്പൂൺ പരിപ്പെടുക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പരിപ്പിൻ്റെ അളവ് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1/2 കപ്പ് ചെറുപയർ പരിപ്പും എടുത്ത് നല്ലോണം കഴുകി 3 കപ്പ് വെള്ളത്തിൽ 1 വിസിലിന് വേവിക്കാൻ വെച്ചു. വെന്ത് കഴിഞ്ഞ് അതൊന്ന് തുറന്ന് നോക്കിയപ്പം അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് കുഴയണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് വെള്ളവും നെയ്യും ഉപ്പും കൂടെ ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. ഈ സമയം കൊണ്ട് നമുക്ക് താളിക്കാനെടുക്കാം. അതിനായിട്ട് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുരുമുളകും ചെറിയ ജീരകവും പൊട്ടിക്കണം. കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അകന്ന് നിൽക്കണം, അത് പൊട്ടും, സൂക്ഷിക്കണം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, കാഷ്യൂനട്ട്, കറിവേപ്പില, കായപ്പൊടി ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ റെഡിയായിരിക്കുന്ന പൊങ്കലിലേക്കിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഈസി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി. ഇതിൻ്റെ കോമ്പിനേഷനും സാമ്പാറും ചമ്മന്തിയും ഒക്കെ തന്നെയാണ്. ഇത് ബേസിക്കലി ഒരു തമിഴ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എന്നാലും ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടെ കിട്ടും.